സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് രാത്രിയിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചക്കാമ്പുഴയിൽ ഇന്നലെ ഒരു മരണാനന്തര ചടങ്ങുണ്ടായിരുന്നു. സെബിൻ എന്നാണ് മോൻ്റെ പേര്. കൊച്ചു മഞ്ഞപ്പിത്തം വന്നാണ് മരിച്ചത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചാനലിലൂടെയൊന്നും യാതൊരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ചാനലുകാർ ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പകർച്ചവ്യാധിയാണ്. കഴിഞ്ഞ ജനുവരി 12-ാം തീയതി ഇവിടെ ചക്കാമ്പുഴ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് അവിടുന്ന് ചക്കാമ്പുഴ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ കുട്ടികൾക്ക് ജ്യൂസ് കൊടുത്തു. ഈ ജ്യൂസ് കുടിച്ച ഏകദേശം 50ഓളം പിള്ളേരുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ 50ഓളം കുട്ടികളിൽ കുറച്ചധികം പേർക്ക് ഇപ്പോൾ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിരിക്കുകയാണ്. ചക്കാമ്പുഴ ചുറ്റളവിൽ മിക്ക വീടുകളിൽ കൂടെയും മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് വേറെ കാര്യങ്ങളൊന്നും ചാനലിൽ കൂടെ വന്നില്ല. അതിനുപരി ഇവിടെ ചക്കാമ്പുഴ കോൺവെൻറ്റിലുള്ള ഒരു മദർ മരണപ്പെട്ടു എന്ന് അങ്ങനെ ഒരു വാർത്തയും കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊരു വാർത്ത ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് ഈ രാത്രിയിൽ വന്ന് പറയാൻ കാരണം എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രാഥമികമായിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആകുക. ഇത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഗുരുതര വീഴ്ചയാണ്. പഞ്ചായത്തുകാർ ഈ ഒരു കാര്യത്തിന് മൗനം പാലിക്കുകയാണ് ചെയ്തത്. നാളിതുവരെയായിട്ട് ഈ ഏരിയ കൂടെ ഇതിനെ സംബന്ധിച്ച് പഞ്ചായത്തുകാർ ഒരു മുൻകരുതലുകൾ നടത്തിയില്ല എന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. അതുകൂടാതെ ഈ ഹോസ്പിറ്റലിൽ തന്നെ, അതായത് ഈ ചക്കാമ്പുഴ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഡോക്ടർ ഒരു മാസം മുമ്പ്, അതായത് ഈ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പ് തന്നെ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യം ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒളിച്ചു വെക്കുകയാണ് ചെയ്തത്. എന്താണേലും ഒരു ഗുരുതര വീഴ്ചയാണ് ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചേട്ടാ നമസ്കാരം. ഓക്കെ ചേട്ടാ, എന്നായിരുന്നു ചേട്ടാ ഈ മോന് മേലായിക തുടങ്ങിയത്? മോന് മേലായി തുടങ്ങിയത് ഒരു വെള്ളിയാഴ്ചയാണ് ഇവന് പനിയുടെ ആരംഭം തുടങ്ങുന്നത്. വ്യാഴാഴ്ച വരെ അവൻ സ്കൂളിൽ പോയതാണ്. പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. വെള്ളിയാഴ്ച അവന് പനിയുടെ ചെറിയ ലക്ഷണം കാണുമ്പോൾ ഞങ്ങൾ അന്ന് അവനെ സ്കൂളിൽ വിട്ടില്ല. 2-ാം ദിവസം ശനിയാഴ്ച അവന് പനി ശകലവും കൂടെ കൂടി വന്ന് വിട്ടുള്ള പനിയും ഛർദിയും തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മരുന്ന് മേടിക്കാൻ വേണ്ടി രാമപുരത്ത് ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തു മരുന്ന് മേടിച്ചു. വൈറൽ പനിയാണെന്ന് ഡോക്ടർ പറഞ്ഞ് കൊണ്ട് മെഡിസിൻ തന്നു. ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പം കൊച്ചിന് കൂടുതലായിട്ട് പനി പിന്നെ ഉണ്ടാകുകയും ഛർദി ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ പാലായിലെ മരിയൻ മെഡിക്കൽ സെൻറ്ററിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ ബ്ലഡും എല്ലാം പരിശോധിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇവന് ഹൈ ഷുഗറാണ് കാണിക്കുന്നത്, അതുകൊണ്ട് അവിടുന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വേറെ ആശുപത്രിയിലോട്ട് റെഫർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം 2-3 ആശുപത്രിയുടെ പേരുകൾ അവർ പറഞ്ഞു. ഒന്ന് മാർസിവ മെഡിസിറ്റിയിലോട്ടോ കാരിത്താസിലോട്ടോ എങ്ങനെയും പോകാമെന്ന്. അപ്പം ഞങ്ങൾ ഓപ്പറേഷൻ പറഞ്ഞ് കാരിത്താസിലോട്ട് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാരിത്താസിലോട്ട് കൊണ്ടുപോകുന്നു. അന്ന് തന്നെ കാരിത്താസിൽ ചെന്ന് കഴിയുമ്പോൾ അവന് ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കാൻ വേണ്ടി മരുന്നുകളെല്ലാം കൊടുത്തു. അത് കഴിയുമ്പോൾ അവർക്ക് സംശയം തോന്നി. അവൻ്റെ വേറെ ബ്ലഡുകളെല്ലാം പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലിവറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവന് മഞ്ഞപ്പിത്തമാണ്. ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എ തന്നെയാണെങ്കിലും ഇതൊരു ഭയങ്കരമായ ഡോസ് കൂടിയ വൈറസാണ് ഇവനെ ബാധിച്ചതെന്ന് പറഞ്ഞു. ഇവൻ്റെ ആ സമയം കൊണ്ട് തന്നെ ഇവൻ്റെ ലിവർ ഏതാണ്ട് 100% അടുത്ത് ഡാമേജ് ആയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ തുടർ ചികിത്സകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തുടർ ചികിത്സകൾ അവിടെ ഡയാലിസിസ് ചെയ്തു. വേറെ ചികിത്സയായ പ്ലാസ്മ തെറാപ്പി ചെയ്തു. അവസാനം ആൾ ഒന്നിനൊന്നിന് ഡാമേജ് ആകുകയാണ് ചെയ്തത്. മോന് എന്താ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി? രോഗലക്ഷണം ചെറിയൊരു പനിയുടെ ആരംഭം മാത്രമേ കണ്ടുള്ളൂ. അല്ലാതെ ഒരു ലക്ഷണവും അവനില്ലായിരുന്നു. മഞ്ഞപ്പിത്തത്തിൻ്റെ കണ്ണിലോ ഒരു നിറവ്യത്യാസമോ ഒന്നുമില്ലായിരുന്നു. അതുപോലെ അങ്ങനെയുള്ള വേറെ ലക്ഷണങ്ങൾ, മൂത്രത്തിൽ കളർ വ്യത്യാസമോ ഒന്നുമില്ലായിരുന്നു അല്ലേ? പനിയുണ്ട്, നേരിയ പനിയാണ് ആരംഭം തുടങ്ങിയത്. ഇത് എന്താ ചേട്ടാ ഇത് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണ്? ഈ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് വെള്ളം കുടിച്ചതെന്നല്ല, പള്ളിയിലെ പെരുന്നാളിൻ്റെ അന്ന് പ്രദർശനം പോയിട്ട് തിരിച്ചു വന്നപ്പം ചക്കാമ്പഴ ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് ജ്യൂസ് വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ച പിള്ളേർക്കാണ് ഇപ്പം കൂടുതലായിട്ട്. ഇപ്പം പല ആൾക്കാർ പിള്ളേർ ഇപ്പോൾ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിൽ കിടപ്പുണ്ട്.
എത്ര പിള്ളേരുണ്ട് ചേട്ടാ? എത്ര പിള്ളേരുണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയത്തില്ല. ഈ നാട്ടിലെ പിള്ളേർ വളരെയധികം പിള്ളേർ പല ആശുപത്രി ഇപ്പം ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര പിള്ളേരുണ്ടെന്ന് അറിയാനായിട്ട് പറ്റുമോ? ഏകദേശം ഒരു 10-25 പിള്ളേർ എങ്ങനെ 25ഓളം പിള്ളേർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ ജ്യൂസ് വെള്ളം എവിടുന്ന് കിട്ടിയത്? ജ്യൂസ് വെള്ളം കൊടുത്തത് ആശുപത്രിയിലെ കോമ്പൗണ്ടിൽ നിന്ന് ആശുപത്രിക്കാരാണ് ഹോസ്പിറ്റലിലാണ് കൊടുത്തത്. ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറും അഡ്മിറ്റ് ആണ്. അത് ഞങ്ങൾ കാരിത്താസ് ആശുപത്രി ചെന്ന് കഴിയുമ്പോഴാണ് അവർ പറയുന്നത്, ഇവിടുത്തെ ഡോക്ടർ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. 1 മാസക്കാലമായിട്ട് ചക്കാമ്പഴ ആശുപത്രിയിലെ ഡോക്ടർ കാരിത്താസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇത് പുറത്ത് ജനങ്ങളോട് ആരോടും പറഞ്ഞില്ലേ കാര്യം? പുറത്ത് ജനങ്ങളോട് ആരോടും പറഞ്ഞില്ല. ഞങ്ങൾക്ക് അങ്ങനെ അറിയുന്നത് ഓരോ ഡോക്ടർമാർ ഓരോ. അതായത് ചേട്ടൻ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് 1 മാസം മുമ്പ് ഡോക്ടർ അവിടെ ട്രീറ്റ്മെൻറ്റ് തേടിയിരുന്നു. ആ, അപ്പം ട്രീറ്റ്മെൻറ്റ് അവിടെ നടക്കുമായിരുന്നു. ഞങ്ങൾ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. ഈ വെള്ളം ഹോസ്പിറ്റലിൻ്റെ പരിസരത്തെയാണോ വെള്ളം ഹോസ്പിറ്റലിൻ്റെ ദൂഷ്യം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു കിണറിനുണ്ടാക്കി നിന്ന് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അവർ ഉപയോഗിക്കുന്ന കിണറുമാണത്. ആ കിണറ്റിലെ വെള്ളമാണ് കൊടുത്തത്. പച്ചവെള്ളമാണോ കുടിച്ചത്? അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ച ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ വെള്ളം, ആ ജ്യൂസ് വെള്ളം പച്ചവെള്ളം കൊടുത്തു. പച്ചവെള്ളം കുടിച്ചവർക്ക് പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പം പറയുന്നത്. ടാങ്ക് ആണ് കലക്കി ഏതാണ്ട് ഒരു പൊടി പോലെയുള്ള സാധനങ്ങൾ കലക്കി കൊടുത്തെന്നാണ്, ജ്യൂസായിട്ട് കൊടുത്തെന്നാണ് അവകാശം. പിള്ളേർ ക്ഷീണിച്ച അവസരമായിട്ട് പ്രദക്ഷിണം കഴിഞ്ഞിട്ട് അല്ലേ? പ്രദക്ഷിണം തിരിച്ചു വരുന്ന സമയത്ത് ആ പിള്ളേർ കുടയും കുടിയും കുരിശും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേർ ഏതാണ്ട് സ്വാഭാവികമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അവിടെ വരുമ്പം അവിടെ പ്രസംഗത്തിന് വേണ്ടി അവിടെ നിന്ന സമയത്താണ് ഈ സംഭവം വെള്ളം കൊടുക്കുകയും ചെയ്യും. അപ്പം പിള്ളേർ പരവശപ്പെട്ടിരുന്ന പിള്ളേരും അതുപോലെ തന്നെ പിള്ളേർ ദാഹിച്ചിരുന്ന പിള്ളേരും ഈ വെള്ളം കൂടുതലായിട്ട് കുടിച്ചു. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി? ഈ ഇവിടെയാണോ ആദ്യം സ്ഥിരീകരിച്ചത്? ഈ വീട്ടിലാണോ? അല്ലല്ല, അതിനു മുമ്പ് ഇവിടെ ആശുപത്രിയോടനുബന്ധിച്ച് എമ്പടി ആൾക്കാർക്ക് ഉണ്ടായി എന്ന് അവർ പറയുന്നത് നമ്മളാരും അറിയുന്നില്ല, രഹസ്യമായിരുന്നു. അതുപോലെ തന്നെ പല പിള്ളേർക്കും ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പം ലാസ്റ്റാണ് ഇപ്പം പിള്ളേർ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കൊച്ച് ആശുപത്രി കിടക്കുന്ന സമയത്ത് തന്നെ പല പിള്ളേർക്കും ആശുപത്രിയിലോട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊക്കെ ഹോസ്പിറ്റലിലെ പിള്ളേർ അഡ്മിറ്റ് ആയത്? പിള്ളേർ പല ഹോസ്പിറ്റലിലുണ്ട്. ഇപ്പം നിലവിൽ അഡ്മിറ്റായിട്ട് കിടക്കുന്ന മറ്റേ മരിയ സെൻ്ററിൽ കിടക്കുന്ന പിള്ളേരുണ്ട്, കാരിത്താസിൽ കിടക്കുന്നവരുണ്ട്, മാർസിലുമായി കിടക്കുന്നവരുണ്ട്. ഈ ആശുപത്രിയിലൊക്കെ ഉഴവൂർ ആശുപത്രിയിൽ ഇന്ന് ഒരു കൊച്ചിനെ ഇന്ന് ഉഴവൂർ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതല്ലേ? ഈ കാര്യങ്ങൾ മൊത്തത്തിൽ കാര്യങ്ങളൊന്നും വേറെ ചാനലുകാരും ഇവിടെ വന്നില്ല ചേട്ടാ? വാർത്താക്കാരിൽ ആരും നിലവിൽ വന്നിട്ടില്ല. വാർത്ത നമ്മുടെ കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പിത്തം ബാധി കൊച്ചു മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറിൽ കൂടിയൊക്കെ വാർത്ത വന്നു. അത് എന്നാ കാരണത്താൽ ഇവിടുന്ന് ആ മഞ്ഞപ്പിത്തം നാട്ടിൽ പകരുന്നതിൻ്റെ ഇപ്പം ഇന്ന് അത് കഴിഞ്ഞ് അവലോകന യോഗം കൂടിയെന്ന് പറഞ്ഞിട്ടൊരു പേപ്പറിൽ വാർത്ത കണ്ടു. ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെ സംബന്ധിച്ച് ഒരു മുന്നൊരുക്കങ്ങളോ കാര്യങ്ങളോ ഇവിടുന്ന് മൊത്തത്തിൽ കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സമീപനം ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇപ്പം നിലവിൽ ഈ പഞ്ചായത്ത് 2 പഞ്ചായത്തിൻ്റെ ബോർഡറിലാണ് ഈ സംഭവം നടന്നത്. അതായത് ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന കരു പഞ്ചായത്തിലും ഈ ആശുപത്രി ഇരിക്കുന്നത് രാമപുരം പഞ്ചായത്തിലുമാണ്. 2 പഞ്ചായത്തിലും അതുപോലെ മെഡിക്കൽ ഭാഗം എന്ന് പറയുമ്പോൾ 2 ഭാഗത്തായിട്ട് വരും. അതുപോലെ തന്നെ ഈ ആശുപത്രി നിലവിൽ ഇപ്പം ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടിച്ചിരിക്കുന്ന കാലമാണ്. ആ പൂട്ടിയ സമയത്ത് പോലും ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആശുപത്രി പൂട്ടാനുള്ള കാരണം എന്നാണെന്ന് പൊതുജനങ്ങളോട് പറഞ്ഞില്ല. എന്നാ ഈ ഹോസ്പിറ്റൽ പൂട്ടിയത്? ഹോസ്പിറ്റൽ പൂട്ടിയത് എന്നാന്ന് വെച്ചാൽ കൃത്യ ഡേറ്റ് എനിക്കറിയത്തില്ല. ഏകദേശം എങ്ങനെ വന്നാലും ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. ഈ കൊച്ചു ആശുപത്രി അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടാണ് പൂട്ടിയത്? അതിന് മുമ്പേ പൂട്ടതാണ്. പൂട്ടി കൊച്ചു ആശുപത്രി ആകുന്നതിന് മുമ്പേ ഈ ഹോസ്പിറ്റൽ പൂട്ടതാണ്. ഈ പൂട്ടിയ ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ വെള്ളം കൊടുത്തത്? ആ പൂട്ടിയ ഹോസ്പിറ്റലിൽ നിന്ന് പൂട്ടുന്നതിന് മുമ്പാണ് വെള്ളം കൊടുത്തത്. ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ ഹോസ്പിറ്റൽ പൂട്ടുന്നത്? വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പൂട്ടുന്നത്. അതെ അല്ലേ? വെള്ളം പെരുന്നാളിന് കൊടുക്കുന്നു. അത് കഴിഞ്ഞാണ് കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തർക്ക് ലക്ഷണം കണ്ട് തുടങ്ങിയപ്പോഴാണ് ഇവർ പരിശോധിച്ചിട്ട് ഈ ആശുപത്രി പൂട്ടുന്നത്. അതായത് കൊച്ചിന് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞൊരു 10-30 ദിവസം കഴിയുമ്പോഴത്തേനും രോഗലക്ഷണം കണ്ടു തുടങ്ങി. കൊച്ചിന് രോഗലക്ഷണം തുടങ്ങാൻ താമസം വന്നു. ഒരു മാസം മിച്ചം കഴിഞ്ഞാണ് രോഗലക്ഷണം തുടങ്ങുന്നത്. ഈ രോഗത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അറിയാൻ പറ്റത്തില്ല, ഇതിന്റെ സിംറ്റംസ് പെട്ടെന്ന് കാണിക്കത്തില്ല അല്ലേ? നമ്മുടെ കൊച്ചിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും കൂടുതൽ 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് റയർ കൂടുകയാണ് ചെയ്തത്. അതിന് മുമ്പ് യാതൊരു ലക്ഷണവും കാണിച്ചില്ല. ചേട്ടാ, എത്ര വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഈ മോൻ്റെ തന്നെ പ്രായമുള്ള കുട്ടികൾക്കാണോ? നമ്മുടെ കൊച്ചിൻ്റെ പ്രായമുള്ള കൊച്ചുകൊണ്ട് അത് താന്ന പ്രായമുള്ള പിള്ളേരും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം ആശുപത്രി കിടക്കുന്നത്. അതുകൂടാതെ പ്രായം കൂടിയവരും ഉണ്ട്. വലിയ ആൾക്കാർക്കും വന്നിട്ടുണ്ടോ? വലിയ ആൾക്കാർക്കും വന്നിട്ടുണ്ട്. ആശുപത്രിയിലെ സ്റ്റാഫുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കാരിത്താസ് ആശുപത്രിയിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ സ്റ്റാഫ് അവിടെ ആശുപത്രിയിൽ നമ്മുടെ കൊച്ചു കിടക്കുമ്പം ഒരു സ്റ്റാഫ് അവിടെ കിടപ്പുണ്ട്. ആ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സ് സ്റ്റാഫും കിടപ്പുണ്ട്, ഡോക്ടറും ഉണ്ടല്ലേ? ഡോക്ടറും ഉണ്ടായിരുന്നു. ഡോക്ടർ ഞങ്ങൾ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പം ഡിസ്ചാർജ് ചെയ്ത് പോയി.
പക്ഷേ ഈ കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് തന്നെ വെച്ചു. അത് ഈ കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ച് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആശുപത്രി പൂട്ടിച്ച സമയത്ത് പോലും അതിൻ്റെ പൊതുജനത്തിനോട് ഇവരൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മുൻകരുതലുകൾ ജനങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അറിയിപ്പോ കാര്യങ്ങളോ അങ്ങനെ വല്ല അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായേട്ടാ? ഒരറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല, ഒരറിയിപ്പും വന്നിട്ടില്ല. അതായത് വെച്ചപ്പോൾ ഇത് നമ്മുടെ കൊച്ചയുടെ പഞ്ചായത്ത് വേറൊരു കരു പഞ്ചായത്തും ഈ ആശുപത്രി ഇരിക്കുന്നത് രാമപുരം പഞ്ചായത്തുമാണ്. ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും അത് വന്നിട്ടില്ല. കാരണം കരു പഞ്ചായത്തിന് നടപടി എടുക്കാൻ പറ്റിയല്ല. ആശുപത്രിയിൽ നിന്നുണ്ടായതാണെങ്കിൽ അവർക്ക് അവരുടെ ഭാഗത്തല്ല. ഈ രാമപുരം പഞ്ചായത്തിൽ ഇരിക്കുന്ന ആശുപത്രിക്ക് എതിരെ ആരെടുക്കും നടപടി? എന്താണേലും വളരെ സങ്കടം തോന്നുന്നു. ഇത് കാണുന്ന അധികാരികൾ വേണ്ട ഒരു മുൻകരുതലുകൾ ഈ പ്രദേശത്ത് ഈ അസുഖത്തിനെതിരായിട്ട്, അതായത് എത്രയും പെട്ടെന്ന് ഒരു മുന്നൊരുക്കങ്ങൾ കാര്യങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ ഈ ഏരിയയിൽ നല്ലൊരു സ്റ്റഡി കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത്യാവശ്യമാണ്. അല്ല, ഇനിയെങ്കിലും ഇതിനൊരു മുൻകരുതൽ നേരത്തെ എടുത്ത് കൊടുത്തായിരുന്നെങ്കിൽ, ഒരു അറിയിപ്പ് ആൾക്കാർക്ക് കൊടുത്തായിരുന്നെങ്കിൽ, ഈ ജ്യൂസ് വെള്ളം കുടിച്ച പിള്ളേരുകൾ എല്ലാം പനിയോ ആരംഭമോ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അതിൻ്റെ പരിശോധന നടത്തണം എന്നൊരു അറിയിപ്പ് ഒരു ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടുമില്ല. പിന്നെയും പള്ളിയുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രാവശ്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ പരിശോധന നടത്തണം, ജ്യൂസ് വെള്ളം കുടിച്ചവർ അങ്ങനെ പരിശോധിക്കണം എന്ന് പറഞ്ഞ് വന്നത്. ചേട്ടാ, ഈ പള്ളിയിൽ നിന്ന് വല്ലതും പള്ളിയിൽ നിന്ന് അങ്ങനെ ഈ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ ഞായറാഴ്ച കുർബാനയിൽ വല്ലതും ഈ രോഗങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? പള്ളിയിൽ നിന്ന് അറിയിപ്പുണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ. പള്ളിയിൽ നിന്ന് അറിയിപ്പുണ്ടായത് ഇങ്ങനെ ഏറ്റവും നമ്മുടെ കൊച്ചിന് തീരെ ആശുപത്രി കിടന്നപ്പം പള്ളിയിൽ നിന്ന് 2 മെഡിക്കൽ ക്യാമ്പ് പോലെ പരിശോധന അവിടെ വെച്ചു പള്ളിയുടെ ഗ്രൂപ്പിൽ. അതിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി അവർ ഇടുകയും ചെയ്തു. എന്തെങ്കിലും രോഗലക്ഷണം ഉള്ളവർ പരിശോധന നടത്തണം, നിർബന്ധമായിട്ടും ആശുപത്രി ട്രീറ്റ്മെൻറ്റ് തേടി അതിന് നടക്കണം എന്ന് പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഗ്രൂപ്പിൽ. പള്ളിയിൽ നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് മൊത്തം പടർന്ന് പിടിച്ചായിരുന്നു പറയാം. ഈ വെള്ളം കുടിച്ച പിള്ളേർക്കെല്ലാം പിള്ളേർക്ക് ഇപ്പോൾ ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ പിള്ളേരെ കൊച്ചിനെ കാണാൻ വന്ന ഒരു കൊച്ചിൻ്റെ ഫാദറിന് പറഞ്ഞു നമ്മുടെ കൊച്ചും വെള്ളം കുടിച്ചിട്ടുണ്ട്, ഉണ്ടാവുമോ എന്ന് പറഞ്ഞു. 3-ാം ദിവസം ആ കൊച്ചിന് പനി തുടങ്ങി. ഇപ്പോൾ ആ കൊച്ച ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇത് ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് സെപ്റ്റി ടാങ്ക് ഉണ്ടല്ലേ? ഹോസ്പിറ്റലിനോട് ചേർന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ കിണറിനോട് ചേർന്ന് സെപ്റ്റി ടാങ്ക് ഉണ്ട്. ആ സെപ്റ്റി ടാങ്കിൻ്റെ ഓവ് ലീക്കായിരുന്നു. JCB വന്ന് കളച്ചല്ലേ? JCB വന്ന് കളച്ചു, ആ ലീക്ക് മാറ്റി എന്നാണ്. കാരണം നമുക്ക് ആ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ എന്നതാണ് നടക്കുന്നതെന്ന് നമുക്ക് പൊതുജനത്തിന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടി കിണറ്റിലേക്ക് ഉറവയായിട്ട് ഇറങ്ങി. സെപ്റ്റി ടാങ്കിൻ്റെ ഓവ് പൊട്ടി അത് ലീക്കായിട്ട് ഉറവയായിട്ട് ഈ കിണറ്റിലോട്ട് വന്നുകൊണ്ടിരുന്നു. ഈ കിണർ 2-3 പ്രാവശ്യം അവർ തേകി. ആ തേകിയെങ്കിലും പക്ഷേ ഈ വെള്ളം ഉറവയായിട്ട് വന്നുകൊണ്ടിരുന്ന കൊണ്ട് പിന്നെയും ഈ വെള്ളം ഡാമേജ് ആവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പം നിലവിൽ അതിൻ്റെ പൈപ്പിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം പരിശോധിച്ചാൽ ക്ലിയറായി കാണും. വെള്ളം തേകി പരിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം ക്ലിയറുമായി കാണും. ഇനി പരിശോധിച്ചാൽ ബാക്ടീരിയയുടെ അംശം കാണാൻ പറ്റുകയുമില്ല. ചക്കാമ്പുഴ ഹോസ്പിറ്റൽ അടപ്പിച്ചിട്ടേക്കുവാണ്. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ചക്കാമ്പുഴ ഹോസ്പിറ്റലിൽ അടപ്പിച്ചിട്ടാക്കുവാണ്. 2 ആഴ്ച മുമ്പാണ് ഈ ഹോസ്പിറ്റൽ അടപ്പിച്ചാക്കുന്നത്. ഇതിനു മുമ്പ് ഈ അടപ്പിക്കുന്നതിന് തന്നെ 1 മാസം മുമ്പ് തന്നെ ഡോക്ടർ ചികിത്സാ കാര്യങ്ങളൊക്കെ അവിടെ തേടിയിട്ടുണ്ട്. കാരിത്താസ് കാരിത്താസിലല്ലേ ഏട്ടാ? ഈ അടപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ചികിത്സ തേടിയിട്ടുണ്ട്. ചികിത്സ ഈ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട്, അതായത് ഈ ചക്കാമ്പുഴ ഏരിയ ആയിട്ട് വന്ന ഈ ചക്കാമ്പുഴ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇത് വേറെ ആരെയും ജനങ്ങളെ അറിയിക്കാതെ തന്നെ രഹസ്യമായിട്ടാണ് ഈ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് അവിടെ തേടിയിരിക്കുന്നത്. ഇത് ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. ഇങ്ങനൊരു പകർച്ചവ്യാധി നാട്ടിൽ സ്പ്രെഡ് ആവും എന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടർക്ക് അങ്ങനെയുള്ള, കാരണം ഈ മഞ്ഞപ്പിത്തമൊക്കെ കൂടുതൽ പകരുന്നത് വെള്ളത്തിൽ കൂടെയാണല്ലോ. അങ്ങനെ ഈ ചികിത്സ തേടിയ ഡോക്ടർ എന്തിന് ഈ ജ്യൂസ് കൊടുത്തു, ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എന്തിന് ജ്യൂസ് കൊടുത്തു എന്നൊരു കാര്യമാണ് ഞാൻ ഈ ചാനൽ വഴി ഞാൻ ചോദിക്കുന്നത്. ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ട് ഞാൻ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വീഴ്ചയായിട്ട് കണക്കാക്കുന്നു. അതുകൂടാതെ ഈ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സുമാരും ട്രീറ്റ്മെൻറ്റിന് വിധേയമായിട്ടുണ്ട്. അവർക്ക് പല ആൾക്കാർക്കും മഞ്ഞപ്പിത്തമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പല ഹോസ്പിറ്റലിൽ കൂടി ഇവർ ചികിത്സ തേടി പോയിട്ടുണ്ട്. എന്താണേലും അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ വരും വാർത്തകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ബേബിയാണ്. ഇവിടെ വീട്ടുപേര് പുതുവല്ല. ഓക്കെ. എന്താ ചേട്ടാ കൊച്ചിന് എന്നാ ചേട്ടാ മേലായി തുടങ്ങി? കൊച്ചിന് ഇപ്പോൾ ഒരു 4 ദിവസമായി. 4 ദിവസമായപ്പോൾ ചെറുതായിട്ട് ഒരു പനി വന്നായിരുന്നു. പനി വന്നതിൻ്റെ അനുബന്ധിച്ച് ഞങ്ങൾ
പരിശോധന നടത്തിയപ്പം എന്തോ അണുബാധ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അണുബാധയുടെ എന്നാന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഇതുപോലെ മഞ്ഞപ്പിത്തമാണ്, അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടിപ്പം പാലയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അത് തുടർ ചികിത്സയ്ക്കായിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഇപ്പം കൊച്ചിപ്പോൾ ആശുപത്രിയിലുണ്ട്. പനി കാര്യങ്ങൾ എന്തായിരുന്നു രോഗലക്ഷണം? പനി ഉണ്ടായിരുന്നു. പനി വിട്ട് കഴിഞ്ഞപ്പം ചെറുതായിട്ട് ഓക്കാനും ഒക്കെ വന്നു. പിന്നെ എന്നാ ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. മോൻ്റെ പേര്? അവൻ്റെ പേര് എയിൽഫ്രെഡ്. എത്രയിലാണ് പഠിക്കുന്നത്? അവൻ 4ലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ്? ചാവറയിലല്ലേ. ആ. ഇത് ചേട്ടാ എന്താ ഇതിൻ്റെ കാരണം എന്താണെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം പ്രത്യേകിച്ച് എന്നാ പറയുന്നത്, ഇത് ഈ പള്ളിയിലെ പെരുന്നാളിനനുബന്ധിച്ച് എല്ലാ പിള്ളേരും ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വെള്ളം ഇവിടുന്ന് കുടിച്ചേ? വെള്ളം ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് ടാങ്ക് കലക്കിയ വെള്ളം അല്ലേ? എന്നാന്നുള്ള അറിയത്തില്ല. പിള്ളേർ പറഞ്ഞ് എല്ലാവരും ഇപ്പം പലർക്കും രോഗങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം കൊച്ചിനോട് ചോദിച്ചു. കൊച്ചു പറഞ്ഞ് ഞാനും കുടിച്ചായിരുന്നെന്ന് പറഞ്ഞു. അപ്പം കുടിച്ച് കഴിഞ്ഞപ്പം പിന്നെ അത് നമ്മളൊരു നിരീക്ഷണത്തിലുണ്ടായിരുന്നു. ജനുവരിയിലായിരുന്നോ പെരുന്നാള്? ജനുവരി ഒരു 12, 9, 10. അതെ ജനുവരിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ രോഗലക്ഷണമൊന്നും കണ്ടില്ല? രോഗലക്ഷണം കണ്ടില്ല. അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് നിരീക്ഷണത്തിലുണ്ടായിരുന്നു വെച്ച്. അങ്ങനെ ഇപ്പം ഒരു മേലുനമ്പരവും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പം ചെക്കപ്പിന് മുമ്പേ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ പോയതാണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവന് ഈ രോഗലക്ഷണം സ്ഥിരീകരിച്ചുകൊണ്ട് അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ രോഗം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് എത്ര പിള്ളേരെ ജ്യൂസ് കുടിച്ചെന്ന് അറിയാവോ ഏട്ടാ? അതിനെപ്പറ്റി അറിയത്തില്ല. എത്ര പിള്ളേർ ഏകദേശം ഉണ്ടായിരുന്നു അന്ന്? ഞാനന്ന് പള്ളിയിൽ പോയില്ലായിരുന്നു. അന്ന് പോയില്ലായിരുന്നു? ഞാൻ പോയില്ലായിരുന്നു. പിള്ളേർ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എത്ര പേര് എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്നുള്ളത് കണ്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ പോയില്ലായിരുന്നു. വേറെ ആർക്കൊക്കെ ഉണ്ട് ചേട്ടാ? വേറെ ആർക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഈ പിള്ളേരെല്ലാം ഹോസ്റ്റലിൽ അഡ്മിറ്റ് ആണോ? ഒരു പിള്ളേർ എന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചുണ്ട്, പിന്നെ ഇവിടെ ചക്കാമ്പഴി നാരുണ്ട്, 2-3 പേരുണ്ടെന്നാണ് കേട്ടത്. ഈ പല ഹോസ്പിറ്റലിൽ കൂടെയാണോ? പല ഹോസ്പിറ്റലിലുണ്ട്, പാലയിലുണ്ട്, പിന്നെ കാരിത്താസിലുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. കാരിത്താസിലല്ലേ? തൊടുപുഴ വല്ലവരും ഉണ്ടോ? തൊടുപുഴ ഹോസ്പിറ്റലുണ്ടോ? ഉള്ളതായിട്ട് അറിയത്തില്ല. ഇനി പാലയോടനുബന്ധിച്ചല്ലേ വന്നിരിക്കുന്നത്. എല്ലാവരും കൂടി പാലയിലേക്കല്ലേ പോവുള്ളൂ. പാലയിലായിരിക്കും. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു.